എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ശാന്തിവിള ദിനേശനും അതുപോലെ തന്നെ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശാന്തിവിള ദിനേശൻ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ചാനലിൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ എന്തായാലും ഞാനിവിടെ അത് കേൾപ്പിക്കാം, അതിനുശേഷം അതേക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത് എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. കേരളം കാത്തിരുന്ന വലിയ വേദി ഉണരുകയാണ്. കേരളക്കരയെ ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണ് അത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാക്കില്ല, ദിവസവും കാർ വാങ്ങിക്കുക. എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാർ. നിനക്ക് എത്ര കാളെ? എനിക്ക് 18. നിനക്കൊരു കാർ. ഇനി അടുത്ത വാങ്ങുന്ന നേരത്തെ എന്തൊക്കെയായിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ച് പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പം നിങ്ങൾ അതൊന്നും അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ. അപ്പൊ ഈ ഒരു പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഇദ്ദേഹം പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരൊന്നും അദ്ദേഹം പറയുന്നില്ല. ബാറിൽ കിടന്ന് ഡാൻസ് കളിച്ചതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വസ്ത്രം നീങ്ങി മാറിപ്പോയിട്ട് പോലും ഒരു ബോധമില്ലാണ്ട് ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ത്രീക്ക് ആരൊക്കെ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതെല്ലാം കൈനീട്ടി മേടിച്ചിട്ട് പിന്നീട് തിരിഞ്ഞു നിന്ന് അവരെ തെറി വിളിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് ഇയാൾ പറയുന്നുണ്ടായിരുന്നത്. ശരിക്കും ഏത് വ്യക്തിയെ കുറിച്ചിട്ട് ആണ് എന്നുള്ള കാര്യം ഇയാൾ പേരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതനുസരിച്ചുള്ള ഇദ്ദേഹം പറഞ്ഞ സാഹചര്യങ്ങളും ഒക്കെ ഒത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് രേണു സുധിയെ കുറിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. എനിക്ക് കേട്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പല ആളുകൾക്കും അത് കേട്ടപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പല വ്യക്തികളും ആളിൻ്റെ പേര് പറയാതെ ഈ പറയുന്ന ദിനേശൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഒരു മറുപടിയുമായിട്ട് നമ്മുടെ രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പലരും പറയുന്നത് പോലെ തന്നെ ശാന്തിവിള ദിനേശൻ രേണു സുധിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് രേണു സുധി വഴിയെ പോയ വയ്യാവേലിയെ ഏണി വെച്ച് പിടിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ പല ആളുകളും അവരുടേതായിട്ടുള്ള ഭാഷയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിയാണ്, ഇപ്പോൾ രേണുസുധി പോയി ഈ പറയുന്ന ശാന്തിവിള ദിനേശനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ പോലും പുള്ളിക്കാരന് അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി അതിൽ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ശ്രുതിയെ പോലും അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം നോ പ്രോബ്ലം. പക്ഷേ അതേസമയം അദ്ദേഹം ആരെയാണ് ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ ക്ലിപ്പുകളൊക്കെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയും ഇവിടെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നല്ല ഒരു പ്രതികരണവുമായിട്ട് രേണുസുതി വന്നിട്ടുണ്ട്. രേണുസുതിയുടെ ആ ഒരു പ്രതികരണത്തെ വിമർശിച്ചും സപ്പോർട്ട് ചെയ്തിട്ടും ഒരു കൂട്ടം ആളുകൾ രംഗത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആദ്യമേ പറയാം. ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പറ്റിയിട്ട് ഒരാൾക്കൊരു വിഷയം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരോ എൻ്റെ പേരോ പറയണമെന്നില്ല. ഇപ്പോൾ നമ്മളെ അതായത് ഇപ്പോൾ തലമുടി ഇല്ലാത്ത വ്ളോഗർ, അല്ലെങ്കിൽ തലമുടി ഇല്ലാത്ത നെറ്റിൽ കൂറിയിടുന്ന, അല്ലെങ്കിൽ ഒരു തടിച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായും മനസ്സിലാവും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും പറയാനാണെങ്കിൽ ഓരോ തരം മാനറിസങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇയാൾ വന്നിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവും അത് ഈ ഒരു പുള്ളിക്കാരത്തിയെ പറ്റിയിട്ടാണെന്ന്. ഇപ്പോൾ അത് ഏത് വ്ളോഗറിനെ പറ്റിയിട്ട് വേണേലും പറയാൻ പറ്റും. ഇപ്പോൾ ഈ ശാന്തിവിള ദിനേശൻ പറഞ്ഞത് രേണുസുതിയെ പറ്റിയാണ് എന്ന് രേണുസുതി സ്വയം മനസ്സിലാക്കിയെടുത്തു. അതിന് ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുള്ളി പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എല്ലാം. അതായത് അവർക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ശാന്തിവിള ദിനേശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിയമപരമായിട്ട് രേണുസുതിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ്റെ പല വീഡിയോകളും ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ രേണുസുതിയുടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. എന്നാൽ പോലും അയാൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഈ പറയുന്ന രേണുസുതിയെ തന്നെയാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ച് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ എന്ന് കരുതി രേണുസുതിക്ക് നിയമപരമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തി പേര് പറഞ്ഞിട്ടില്ല, മരണപ്പെട്ടു പോയ സുതിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണുസുതിക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ആരെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ ഇപ്പോൾ സിനിമയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ചൊറി പിടിച്ച് ഇങ്ങനെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇയാളുടെ വീഡിയോസൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് വീഡിയോസുകൾ എടുത്ത് നോക്കി. അപ്പോൾ അത് വെച്ച് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഊതി വീർപ്പിച്ച്, ചെറിയ ഒരു കാര്യമുണ്ടെങ്കിൽ അത് തന്നെ ഊതി വീർപ്പിച്ച് ബലൂൺ പോലെ ആക്കി പൊട്ടിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു പുള്ളിക്കാരനുള്ളത്. അപ്പോൾ അത് ഇയാൾ ഇടുന്ന ഏത് വീഡിയോസുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഇയാളുടെ ചാനലിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇയാളുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും നട്ടാൽ കുരുക്കാത്ത പല കാര്യങ്ങളും ഇയാൾ വിളിച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ദിലീപും കാവ്യവുമായിട്ടുള്ള ആ ഒരു വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു വിഷയത്തിൽ പോലും ഇയാൾ പറയുന്ന ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഇയാൾ നേരിട്ട് പോയി കണ്ടോണ്ട് നിന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. കാര്യം ഏതൊരു കാര്യവും അയാൾ നോക്കിക്കാണുന്നത് അയാളുടെ ക്യാമറ കണ്ണിലൂടെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ ആ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ അയാൾക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെന്ന് വെച്ചാൽ, നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ എന്തും ആരെക്കുറിച്ചും എങ്ങനെയും വിളിച്ച് പറയാം എന്നൊരു തോന്നൽ, ആ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ, എന്തും ആരെക്കുറിച്ചും വിളിച്ച് പറയുന്ന ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തിയുടെ പേര് ചൂണ്ടിക്കാണിക്കാത്തത്? അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് തന്നെയാണ് കാര്യം. ആരെക്കുറിച്ചാണോ ഇയാൾ പറഞ്ഞത് അത് ആ ഒരു വ്യക്തിക്ക് പിടികിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കേട്ടിട്ട് വരാം. ഹായ്, ഹലോ, രേണുസുതിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഞാൻ അറിയുന്ന ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. ആയിരുന്നു.
സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറേ ആയല്ലോ താൻ എന്നെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ, എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്, ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ. താനിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. അപ്പൊ രേണു സുധിയാണേല് ഇവിടെ ശാന്തിവിള അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അതിനകത്ത് ഇവരെ തൈക്കളവി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് രേണു സുധി ശാന്തിവിള അപ്പൂപ്പൻ എന്നുള്ള രീതിയിൽ സംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവര് പറഞ്ഞത് ഒട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു വിഷയത്തിൽ. ഇപ്പൊ നമ്മൾ എല്ലാ വിഷയത്തിലും രേണുവിനെ തന്നെ പുറംചാണ്ടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യം അതിൻ്റെതായ രീതിയിൽ തന്നെ പറയും. രേണുവിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, പല മിസ്റ്റേക്കുകളും നമ്മൾ ചൂണ്ടിക്കാട്ടാറുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ രേണുവിനെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ പറ്റിയിട്ട് ഇവരുടെ പേര് അയാൾ പറയുന്നില്ലെങ്കിൽ പോലും ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ രേണു സുധിയെ തന്നെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എന്നൊരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രേണു സുധി പറയുന്നത് ഒട്ടും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരും പറയുന്നതെന്ന് വെച്ചാൽ രേണുവിന്റെ പേര് പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് രേണു പൊട്ടിത്തെറിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പലരും പറയുന്നത്. ഒരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആരെയാണോ കൊള്ളിച്ച് സംസാരിക്കുന്നത് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അയ്യോ എന്നെയാണല്ലോ അത് കൊള്ളിച്ച് സംസാരിക്കുന്നതെന്ന്. അപ്പൊ ഈ അടുത്ത സമയത്ത് ബാറിൽ പോയി ഡാൻസ് കളിച്ചതും മദ്യപിച്ചതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് മറ്റുള്ളവരെ നേർക്ക് തിരിഞ്ഞു നിന്ന് വായി തോന്നുന്ന തെറി വിളിക്കുന്നതും മറ്റാരുമല്ല രേണു സുധി തന്നെയാണ് എന്നുള്ള കാര്യം രേണു സുധിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രേണു സുധിക്ക് ഉറപ്പായിട്ടുള്ളത് എന്നെ പറ്റി തന്നെയാണ് പറയുന്നത് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രേണു പറഞ്ഞതുപോലെ തന്നെ ശാന്തിവിള ദിനേശന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ രേഖകളോ തെളിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അയാളത് പുറത്തോട്ടിടട്ടെ, ജനങ്ങൾ കാണട്ടെ. അത് രേണു പോലും പറയുന്നുണ്ടല്ലോ പുറത്തേക്കിടാനായിട്ട് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ബാറിൽ ഡാൻസ് ചെയ്ത് അഴിഞ്ഞാടുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആരൊക്കെയോ പുള്ളിക്കാരന് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന വ്യക്തി ഈ രേണുവിൻ്റെ ഹോട്ട് വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടട്ടെ, അത് നമുക്കും കാണാമല്ലോ. അത്തരത്തിലുണ്ടെങ്കിൽ നമുക്കും പ്രതികരിക്കാമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. രേണുസുധിയോട് നമുക്കൊക്കെ പലതരത്തിലുള്ള വിയോജിപ്പും ഉണ്ടായിരിക്കാം. പക്ഷേ എന്ന് കരുതിയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് അവരെ വലിച്ചു കീറുമ്പോൾ അതിനൊപ്പം നിന്ന് വലിച്ചു കീറാനായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ല.